ഞാൻ നേരെ വന്ന് അവളുടെ തന്നെ കിടന്നു. അപ്പൊ ഒരു സൗണ്ട് കേട്ടു, ഒരു നല്ലൊരു സൗണ്ട്. അപ്പൊ ഞാൻ മോനോട്, അപ്പൊ മോള് പറഞ്ഞു, അത് ഏട്ടൻ വെറുതെ സൗണ്ട് ഉണ്ടാക്കാം അമ്മ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കാലവർഷക്കെടുതിയിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. കൊണ്ടോട്ടിയിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് മഞ്ചേരിയിലും വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജില്ലയിലെ പലയിടത്തും ഗതാഗത തടസ്സവും നേരിടുകയാണ്. കലിതുള്ളിയെത്തിയ കാലവർഷക്കെടുതിയിൽ മലപ്പുറം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടോട്ടിയിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി 50ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. തൈത്തോടം മേഖലയിലെ 50ലധികം കുടുംബങ്ങളെ മേലങ്ങാടി LP സ്കൂളിലേക്കാണ് മാറ്റി താമസിപ്പിച്ചത്. മഞ്ചേരിയിലും മഴക്കെടുതിയിൽ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി. പലയിടങ്ങളിലും നാട്ടുകാർ ഇടപെട്ടാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഒളവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണു. മഞ്ചേരി നഗരസഭാ പരിധിയിലെ 32-ാം വാർഡിൽ കോവിലകംകുണ്ടിലെ 3 വീടുകൾ മഴക്കെടുതിയെ തുടർന്ന് ഭാഗികമായി തകർന്നു. കോവിലകംകുണ്ട് പൊട്ടിയാൻതൊടി സന്തോഷ് കുമാറിന്റെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ പുറകുവശത്തു നിന്നും മണ്ണിടിഞ്ഞ് അടുക്കള, വർക്കേരിയ, ബെഡ്റൂം തുടങ്ങിയവ തകർന്ന നിലയിലാണ്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്താണ് വീട് താമസയോഗ്യമാക്കിയത്. അപ്പൊ മോളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ കട്ടിൽമ കിടക്കണില്ല മോളെ, ഞാൻ എന്റെ കൂടെ തന്നെ കിടക്കണമെന്ന് വന്നതാണ്. എനിക്ക് ദൈവം തോന്നിച്ചത് തോന്നണേ. ഞാൻ നേരെ വന്ന് അവളുടെ തന്നെ കിടന്നു. അപ്പൊ ഒരു സൗണ്ട് കേട്ടു, ഒരു നല്ലൊരു സൗണ്ട്. അപ്പൊ ഞാൻ മോനോട്, അപ്പൊ മോള് പറഞ്ഞു, അത് ഏട്ടൻ വെറുതെ സൗണ്ട് ഉണ്ടാക്കാം അമ്മ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടത്. അപ്പൊ അതല്ലോ മോൻ പറഞ്ഞു, അതല്ല അമ്മ, എന്തൊരു സൗണ്ടാണ്. ഞങ്ങൾ നീട്ടി ഓടി ഇവിടുന്ന് ഏട്ടന്റെ വീട്ടിലേക്ക് ഓടി. ഞങ്ങള് വാതില് തുറന്നിട്ട് കിട്ടണില്ല. കോവിലകംകുണ്ടിലെ 2 വീടുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സംഭവസ്ഥലം സന്ദർശിച്ചു. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സ്ഥലത്തെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ദേശീയപാതയിൽ കുറ്റിപ്പുറത്തിനും വളാഞ്ചേരിക്കുമിടയിൽ മണ്ണിടിഞ്ഞു വീണ് സർവീസ് റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലേക്കാണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണത്. മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ കൂട്ടിലങ്ങാടി കീരംകുണ്ടിന് സമീപം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴി വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. മലപ്പുറം ആനക്കയം, മങ്കട, തിരൂർക്കാട് വഴിയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചാനൽ 10 മലപ്പുറം. മികവിന്റെ 36 വർഷം. ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു. ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AC ആൻഡ് റെഫ്രിജറേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ: ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ആൻഡ് മൊബൈൽ ടെക്നീഷ്യൻ, PGDCA, DCA, പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്. കമ്പനി സർട്ടിഫൈഡ് കോഴ്സസ് ടാലി, GST, SAP. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം, ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, പരപ്പനങ്ങാടി. ഫോൺ 9847740103.